പാർട്ടി പിരിച്ചുവിട്ടാൽ മതി എന്നാണ് ഇന്നലെ എതിർ സ്ഥാനാർത്ഥി ജയിച്ച VP സജീന്ദ്രൻ പറഞ്ഞത്. 2020 പാർട്ടി പിരിച്ചുവിടേണ്ട അവസ്ഥയിലെത്തി, അത്രത്തോളം വോട്ട് കുറഞ്ഞു. അത് പറയുന്നത് ഏത് പാർട്ടിക്കാരാണെന്ന് നോക്കണം. 99 സീറ്റുണ്ടായിരുന്ന് അതിൽ നിന്ന് തകർന്ന് തരിപ്പണമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത ഒരു പാർട്ടിയാണത് പറയുന്നത്. ആ പാർട്ടിയുടെ ഒരു MLA ആണ് പറയുന്നത് എന്ന് ഓർക്കണം. ജയിച്ച ആളാണത് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ VP സജീന്ദ്രൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. VP സജീന്ദ്രൻ തോറ്റപ്പോൾ എന്തുകൊണ്ട് പാർട്ടിയെ പിരിച്ചുവിട്ടില്ല? കഴിഞ്ഞ തവണ അദ്ദേഹം തോറ്റതാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയോ മന്ത്രിമാർ തോറ്റിരിക്കുന്നു. ഇതിനു മുമ്പ് ഈ കോൺഗ്രസ്സുകാർ എത്രയോ പേര് തോറ്റു. അവർക്ക് 40 സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് അന്ന് പാർട്ടി പിരിച്ചുവിട്ടില്ല? അപ്പോൾ ഏതെങ്കിലും പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയൊക്കെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ല മത്സരിക്കാനായിട്ട്. പണ്ടേ കോൺഗ്രസ് പിരിച്ചുവിടേണ്ടതായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പിരിച്ചുവിടേണ്ടതായിരുന്നു. പിന്നെ ആരാ ഇവിടെ മത്സരിക്കാനുണ്ടാകുക? 2020 NDAയോട് ചേർന്നപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ള കാര്യം. ആ വോട്ട് നഷ്ടപ്പെട്ടത് 2020 രാഷ്ട്രീയത്തിനപ്പുറം 2020 പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേര് നേരത്തെ വോട്ട് ചെയ്തു. അപ്പോൾ അവരെല്ലാം 2020 ഉപേക്ഷിച്ചെന്നല്ലേ? അങ്ങനെയല്ല. ഇതിനകത്ത് ഈ 2020യിലേക്ക് വന്ന അല്ലെങ്കിൽ 2020യുടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്, BJPയുടെ നല്ലൊരു ഭാഗം വോട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയത്തിനതീതമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ ഞങ്ങൾ ആ ഒരു നിലപാടിൽ നിന്ന് മാറി NDAയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഞങ്ങൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന പാർട്ടിയുടെ ഒരു ഭാഗമായി മാറിയപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെട്ടു. അതിന് പുറമെ ഈ നിഷ്പക്ഷപാതിയായിട്ടുള്ള ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് പലർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരിലും ഒരു ശതമാനം വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം താൽക്കാലികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. കാരണം ഇങ്ങനൊരു സംവിധാനം ജനുവരി അവസാനമാണ് ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്. മാർച്ചിൽ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോയി. അത് പറഞ്ഞ് മനസ്സിലാക്കാനോ ആശയക്കുഴപ്പം പരിഹരിക്കാനോ സാധിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പിലേക്ക് പോയത് കൊണ്ട് മാത്രം ഉണ്ടായതാണത്. അപ്പോൾ അതൊരു വലിയൊരു ലോങ് ടൈമിൽ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഈ പോയവരെല്ലാം തിരിച്ചു വരും, അതിനേക്കാൾ ശക്തിയാർജിച്ച് തന്നെ 2020 വിജയിക്കുകയും ചെയ്യും. നമുക്ക് ഈ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൻ്റെ 140, UDFൻ്റെ 140 സ്ഥാനാർത്ഥികളെ എടുക്കട്ടെ, അവരുടെ കഴിവുകളും അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ എക്സ്പീരിയൻസും എടുക്കട്ടെ, അതുപോലെ തന്നെ LDFൻ്റെ എടുക്കട്ടെ. എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്ത ആളുകൾ മത്സരിച്ച സംസ്ഥാനമാണത്. നമ്മളുടെ 2020യുടെ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വെച്ചിട്ട് മാത്രം നമ്മൾ ചിത്രീകരിക്കുന്നത് ശരിയല്ല. അങ്ങനെ എടുത്തിട്ട് ആ 140 പേരെയും വിലയിരുത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അവരിലെ ഭൂരിഭാഗം ആളുകളെക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. മുന്നണി സംവിധാനത്തിൽ വന്നപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുന്നണി സംവിധാനം ഒരു പരാജയമാണെന്ന് തോന്നുന്നുണ്ട്. ഇല്ല, നമുക്ക് ഏതൊരു സംവിധാനത്തിലും പുതിയൊരു സംവിധാനം, ഇപ്പം നമ്മളൊരു വിത്തിട്ട് കഴിഞ്ഞാൽ നാളെ അതിൻ്റെ ഫലം പ്രതീക്ഷിക്കാൻ പാടില്ല. ഞങ്ങളൊരു മുന്നണിയിൽ ചേർന്നത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണത്. ആ തീരുമാനം അതിൽ ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം, താൽക്കാലികമായിട്ട് ചീത്തയാവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകാം അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് അതിലുള്ള ഏതെങ്കിലും സംഗതികളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം. കാരണം രണ്ട് സംവിധാനങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് അവിടെ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇവിടെ 2020 എന്ന് പറയുന്ന പാർട്ടിയും കൂടി അവരുടെ അംഗങ്ങൾ തമ്മിൽ സെറ്റാവാനായിട്ടുള്ളൊരു സമയമുണ്ടത്. ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ് അതിൽ പല സ്ഥലത്തും സംഭവിച്ചത്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷന്, രണ്ട് പാർട്ടികളും തമ്മിലുള്ള കോർഡിനേഷനിൽ പരസ്പരം ആ മത്സരരംഗത്ത് വന്നപ്പോൾ അതിൽ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിച്ചു വന്നപ്പോഴേക്കും ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു.